നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കൂനമുച്ചിയിൽ ഷോക്കേറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ മരിച്ചു. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ വിപിൻ ആണ് മരിച്ചത്. 21 വയസ്സാണ്. മൃതദേഹം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് 47 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് പോക്സോ കോടതി. വാടാനപ്പള്ളി നടുവിൽ പണിക്കശ്ശേരി വീട്ടിൽ ഉല്ലാസ് മകൻ 26 വയസ്സുള്ള അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 47 വർഷം കഠിന തടവിനും 1,40,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യ അതിജീവതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 സെപ്റ്റംബർ മാസം വരെയാണ് കേസിനാസ്പദമായ സംഭവം. ഫോണിലൂടെ മെസ്സേജുകൾ അയച്ചും പിന്തുടർന്നും കുട്ടിയെ പ്രലോഭിപ്പിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തും വീട്ടിൽ അതിക്രമിച്ചു കയറിയും ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SCPO ഷനിത ചന്ദ്രൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അജിത് K FIR രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടർമാരായ MA സാബുജി, S ബിനു എന്നിവർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ASI സുജിത് കുമാർ PS കേസ് അന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷൻ 20 സാക്ഷികളെ വിസ്തരിക്കുകയും 30ഓളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും സീനിയർ CPOയുമായ സിന്ധു MR കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. COA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. കുന്നംകുളം CCTV ടവറിൽ നടന്ന ചടങ്ങിൽ COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് പതാക ഉയർത്തി. സെക്രട്ടറി K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓപ്പറേറ്റർമാരും CCTV ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ NT സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PA സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ PV മധുസൂദനൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി KP വിനോദ് കുമാർ, PP പ്രധാൻ, NM ഉണ്ണികൃഷ്ണൻ, CM ഗോപി, NN ദിനേശൻ, സുഗതൻ മച്ചിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചികിത്സയും ആവശ്യമുള്ള രോഗികൾക്ക് കണ്ണടയും ക്ലബ്ബ് സൗജന്യമായി നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ചാവക്കാട് നഗരത്തിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, മേഖലാ വൈസ് പ്രസിഡന്റ് EJ വർഗീസ്, CA അജിത്ത്, TK ഷാനവാസ് തുടങ്ങിയവർ സന്നിഹിതരായി. പുന്നൂർകുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ടിന് കൂറയിട്ടു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോകൻ വെള്ളമാക്കൽ കൊടിയേറ്റി. പുഴക്കര ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഭാരവാഹികളായ KC നിഷാദ്, രാജു ആലങ്ങാട്ട്, ആനന്ദൻ പണിക്കർ, സുമിത്ത് വെള്ളാമാക്കൽ, വെളിച്ചപ്പാട്, ധർമ്മൻ കൊട്ടേപ്പാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. ദിവസവും വൈകിട്ട് 6-ന് ഉച്ചപ്പാട്ട്, ദാരികവധം, കളം പൂജ, കളംപാട്ട്, കളപ്രദക്ഷിണം, തിരിയൊഴിച്ചിൽ, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകൾക്ക് കല്ലാട്ട് ബേബി കുറുപ്പ് നേതൃത്വം നൽകും. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന കളംപാട്ടുത്സവം നാട്ടുതാളത്തോടെ സമാപിക്കും. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 136-ാം വാർഷികം യൂണിഡോസ് 2K26 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ നടത്തിയ വാർഷികാഘോഷം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. VK സോഫി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള മൊമന്റോയും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ നിഷിത ബാബു, പള്ളി ട്രസ്റ്റി CV ജേക്കബ്, PTA പ്രസിഡന്റ് ദിനേഷ് G നായർ, MPTA പ്രസിഡന്റ് രഹന രാജീവ്, സ്റ്റാഫ് പ്രതിനിധി KF ലീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തോളം UKG അധ്യാപികയായി വിരമിച്ച ആനി ജോസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പ്രധാന അധ്യാപിക മഞ്ജു ആന്റണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി NK ഷാജി നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ നടക്കൽ പറവെപ്പ് നടന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുങ്കുമപ്പറ, മഞ്ഞൾപ്പറ എന്നിവയും നാണയം, അരി, അവിൽ, മലർ, ശർക്കര, പഴങ്ങൾ, പുഷ്പം എന്നീ പറവെപ്പും നടന്നു. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം, വേല, നാദസ്വരം, കരിങ്കാളിവേല, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കരിയന്നൂർ ദേശത്തിന്റെ താലം ക്ഷേത്രത്തിലെത്തി. ഭിന്നശേഷിക്കാരനും ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ കളിക്കൂട്ടുകാരനുമായ കണ്ണന്റെ പിറന്നാൾ ആഘോഷിച്ച് അൻസാർ ഹോസ്റ്റൽ വിദ്യാർത്ഥികളും ജീവനക്കാരും. കൊരട്ടിക്കര തേരിൽ പരേതനായ ഉണ്ണികൃഷ്ണൻ കാർത്തിക ദമ്പതികളുടെ ഏകമകൻ അവീൻ കൃഷ്ണയുടെ പിറന്നാളാണ് അൻസാർ സ്കൂൾ ബോയ്സ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് ആഘോഷിച്ചത്. സ്കൂളിൽ കഴിഞ്ഞ 11 വർഷമായി കണ്ണന്റെ അമ്മ കാർത്തിക ജോലി ചെയ്യുന്നുണ്ട്. 3.5 വയസ്സ് മുതൽ അമ്മയോടൊപ്പം കണ്ണനും സ്കൂളിലെത്താറുണ്ട്. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കണ്ണന്റെ പിറന്നാൾ കേക്ക് മുറിച്ചും പാട്ടുപാടിയുമാണ് ആഘോഷിച്ചത്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.